ആചാരം വിട്ട് വിചാരത്തിലേക്ക് കുതിക്കണം, ഉയരണം, പറക്കണം മനസ്സ്. ഇത് 80 വയസ്സായി, 90 വയസ്സായി, ഇപ്പോഴും തത്തമ്മേ പൂച്ച പൂച്ച, തത്തമ്മേ പൂച്ച പൂച്ച, തത്തമ്മേ പൂച്ച പൂച്ച, അതിലാ നമ്മൾ നിൽക്കുന്നത്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് നല്ല സ്കൂളിൽ പഠിപ്പിക്കണം, നല്ല കോളേജിൽ പഠിപ്പിക്കണം. അവർക്ക് ന്യൂക്ലിയർ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, എന്തൊക്കെ വേണം ഒക്കെ പഠിപ്പിക്കണം. ബയോളജി, സുവോളജി, ബയോ ടെക്നോളജി ഇരിക്കട്ടെ, ഫാർമക്കോളജി ആവട്ടെ, എനിക്ക് വിരോധമില്ല. അവിടെയൊക്കെ പഠിപ്പിക്കണം. ബുദ്ധി വേണം, ബുദ്ധി വേണം എന്ന് പറയണു. അവരെ പെറ്റു വളർത്തിയ അച്ഛനമ്മമാര് ചെറുപ്പകാലത്ത് പോയി തുടങ്ങിയതാണ് ക്ഷേത്രത്തിലേക്ക്. ഇപ്പോഴും അതേ പോക്ക്. അവിടെ പോയി പ്രദക്ഷിണം വെച്ചു. അവസാനം സ്വാമിജി ഇപ്പൊ വയ്യാൻ്റെ ആയി കേട്ടോ. അപ്പൊ പ്രദക്ഷിണവും നിന്നു, പോക്കും നിന്നു. ഇനി പിന്നെ എന്താ നിങ്ങൾക്കുള്ളേ? ഇവിടുന്ന് പോകാൻ കാലത്ത് കൊണ്ടുപോകാൻ എന്തുണ്ട്? ക്ഷേത്രം അതിൻ്റെ പാട്ടിൽ നിൽക്കണു, കുട്ടികൾ അതിൻ്റെ പാട്ടിലുണ്ട്. നിങ്ങൾ എന്തും കൊണ്ടാ പോവുക? നമ്മളെ അനുഗമിക്കുന്നത് നമ്മുടെ ശരീരമല്ല. എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വിഭവങ്ങളും നേട്ടങ്ങളും മഹിമകളുമാണ് നമ്മളെ അനുഗമിക്കുക. അതാണ് ചോദിക്കുന്നത്. കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതീതി. ഈ ലോകത്തിൽ അറിയപ്പെടേണ്ടതായിട്ട് പലതുമുണ്ട്. ആ എല്ലാം അറിയാൻ എനിക്ക് സാധിക്കില്ല. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഇതിൻ്റെ പ്രാതിനിധ്യ രൂപത്തിലുണ്ടോ? വാക്കുകൾ ശ്രദ്ധിക്കണം. ഈസ് ദെയർ എനി റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ഓഫ് ദി എൻറ്റയർ ക്രിയേഷൻ ബൈ അണ്ടർസ്റ്റാൻഡിങ് വിച്ച്, ബൈ അനലൈസിങ് വിച്ച് ഐ ഷാൽ ബി ഏബിൾ ടു നോ ദി എൻറ്റയറിറ്റി ഓഫ് ക്രിയേഷൻ. സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് ഒരു സാമ്പിൾ, ഒരു മാതൃക, ഒരു ദൃഷ്ടാന്ത രൂപത്തിലുണ്ടോ? അതിനെ ഞാനൊന്ന് പരിശോധിച്ച് നോക്കി അതിൻ്റെ ഉള്ളു കണ്ടെത്തിയാൽ ഈ ലോകത്തിൻ്റെ മുഴുവനും ഉള്ളും പുറവും വെളിയും ഒക്കെ കണ്ടെത്തുന്നതിന് തുല്യമാകും. അങ്ങനെ വല്ലതും ഉണ്ടോ? കസ്മിന്നു ഭഗവോ വിജ്ഞാതേ. അല്ലേ ഭഗവൻ? എന്തിനെ പ്രത്യേകമായി ഞാൻ മനസ്സിലാക്കിയാൽ ആണോ സർവമിതം വിജ്ഞാതം ഭവതീതി, ഈ കാണുന്നത് മുഴുവൻ എനിക്ക് അറിയപ്പെട്ടതായി പരിണമിക്കും, അവസാനിക്കും. നോക്കൂ ആ ചോദ്യം. ഈ ചോദ്യം ആരോ പറഞ്ഞു, ആരോ എഴുതി. അത് യുഗങ്ങളായതാന്നുണ്ട് നമ്മുടെ കയ്യിൽ. യുഗങ്ങൾ. അതിലും 48 അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരങ്ങളേ ഉള്ളൂ. ശൗ ന കോ ഹ വൈ മഹാശാലോ അംഗിരസം വിധി വദൂപ സന്ന പപ്രച്ഛ. 23 അക്ഷരം. അത് കഴിഞ്ഞിട്ടാണ് ചോദ്യം. കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതീതി. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇന്ദ്രവജ്രയോ ഉപേന്ദ്രവജ്രയോ ആണ് ഈ ശ്ലോകം. കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതീതി. ഒരു ഗൃഹസ്ഥനാണ് ചോദിക്കുന്നത്. അതേവരെ താൻ ചെയ്തിട്ടുള്ള, താൻ അനുവർത്തിച്ച ഗാർഹിക ജീവിതവും അതിൽപ്പെട്ട വേദവിധികൾക്ക് അനുസരിച്ച വൈദിക കർമാനുഷ്ഠാനവും ഒന്നും തൻ്റെ മനസ്സിന് ഒരു തണവോ ഒരു ശാന്തിയോ ഒരു തൃപ്തിയോ തരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഗൃഹസ്ഥ ജീവിതത്തോട് തന്നെ വിട പറഞ്ഞ് എൻ്റെ സുഹൃത്തുക്കളോടെല്ലാം വിട പറഞ്ഞ് ഞാൻ വന്നിരിക്കുകയാണ് മഹർഷേ. എനിക്ക് അങ്ങയുടെ മുൻപിൽ നിരത്തി വയ്ക്കാനുള്ളത്, ഒരു നിവേദനം എന്നുള്ള നിലയ്ക്ക് സമർപ്പിക്കാനുള്ളത് ഈ അന്വേഷണം മാത്രമാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? സംഹിത എവിടെ പോയി? ബ്രാഹ്മണം എവിടെ പോയി? ആരണ്യകം എവിടെ പോയി? ഉപനിഷത്ത് എന്ന് പറയുന്നത് ഇതാണ്. അന്വേഷണം. ബുദ്ധി ഉപയോഗിച്ച് ശരീരാന്തർഭാഗത്തുള്ള ഉൾവ്യക്തിത്വത്തിൻ്റെ ഉറവിടവും അതിൻ്റെ കെട്ടുറപ്പും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം. അവിടെയാണ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യം മുഴുവനും കിടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം എന്ന് പറഞ്ഞത്? ഈ ലോകത്തിൽ ആശ്ചര്യകരമായ വസ്തുക്കൾ വേറെ ഇല്ലേ? ഉണ്ടല്ലോ. അതൊക്കെ നിസ്സാരം. പുല്ല്, പുക, അതിലൊന്നുമില്ല. അതിനെ മുഴുവൻ ഉണ്ടാക്കി തീർത്ത ഉൾപ്രഭാവം ഒന്നുണ്ട്. മനുഷ്യൻ അതിനെ പേറിയാണ് എപ്പോഴും നടക്കുന്നത്. അപ്പോൾ അങ്കിരസ് മറുപടി പറയാണ്. അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. കുടീരവാസിയാണ്, നമ്മളുടെ അടുത്ത് ആരും വരില്ല. എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരാൾ വരുന്നുണ്ടെങ്കിൽ, ചെറുപ്പക്കാരൻ ഒരു ശിഷ്യനൊക്കെ വരും, എന്തെങ്കിലും ഭ്രമോ മോഹമോ ഒക്കെ തോന്നിയിട്ട്, അല്ല ആശ തോന്നിയിട്ടും ആവാം. ഇവിടെ വന്നിട്ടുള്ളത് മുതുമുതുക്കൻ ഒരു ഗൃഹസ്ഥന. എന്നിട്ട് ചോദിക്കുകയാണ് ആത്മാന്വേഷണം. തസ്മൈ സഹോവാച. അങ്കിരസ് മറുപടി പറഞ്ഞു അത്രേ. ദ്വേ വിദ്യേ വേദിതവ്യേ.
കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒന്ന് മനസ്സിലാക്കണപ്പ. ചിലർ എന്നോട് പറയുണ്ടായി, ഉപനിഷത്ത് പറയണം സ്വാമിജി. ദാ പറയണു സ്വാമിജി ഉപനിഷത്ത്, കേട്ടോളൂ. ഇനി ഉപനിഷത്തില്ലാത്ത കുഴപ്പമൊന്നും വേണ്ട. ഈ പറയുന്നതൊക്കെ ഉപനിഷത്താ. തസ്മൈ സഹോവാച. ആ ശൗനകനെ നോക്കി അംഗിരസ് മഹർഷി പുഞ്ചിരി തൂകിക്കൊണ്ട് അങ്ങനെ പറഞ്ഞു അത്രേ, ദ്വേ വിദ്യേ വേദിതവ്യേ, ദ്വേ വിദ്യേ വേദിതവ്യേ. ഈ ലോകത്തിൽ അറിയാനുള്ളതുണ്ടല്ലോ, അറിവ്, വിദ്യ, രണ്ടെണ്ണമാണ്. ആ അടിസ്ഥാനപരമായ ചർച്ച അപഗ്രഥനമാണ് നടത്തുന്നത്. ഇവിടെ ചോദിച്ചത് എന്താ? എനിക്ക് പറഞ്ഞു തരണം. എന്തിനെ അറിഞ്ഞാൽ എല്ലാം അറിയപ്പെടുമോ? ആ വസ്തുവിനെ എനിക്ക് പ്രതിപാദിച്ചു തരൂ, മനസ്സിലാക്കി തരൂ എന്ന്. അപ്പം മനസ്സിലാക്കലും അറിവും ജ്ഞാനവും ഗവേഷണവും ഒക്കെ ആണല്ലോ ഇവിടെ വിഷയം. അങ്ങനെ ഗവേഷണം ചെയ്ത് മനസ്സിലാക്കാനുള്ള പൊരുൾ അല്ലെങ്കിൽ വിദ്യ രണ്ട് തരത്തിലാണ്. ഇതിഹസ്മാ യത് ബ്രഹ്മവിദോ വദന്തി. ഇങ്ങനെയാണ് അഹോ ബ്രഹ്മജ്ഞാനികൾ പറഞ്ഞിരിക്കുന്നത്. ശൗനകൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചുവല്ലോ, എനിക്ക് ഭഗവാനോട് മറുപടി പറയാനുള്ളത് എന്താ? ബ്രഹ്മത്തെ അറിയുന്നവർ എന്ന് പറഞ്ഞാൽ ഉപായപ്പെട്ടവരല്ല, അറിവിൻ്റെ അങ്ങേ അറ്റത്തെത്തിയവര്, അധിഷ്ഠാനം കണ്ടെത്തിയവര് ലോകത്തിൻ്റെ. ആ ബ്രഹ്മജ്ഞാനികൾ പറയുന്നു, രണ്ട് വിദ്യയാണ് ഇവിടെ അറിയപ്പെടേണ്ടതായിട്ടുള്ളത്. പരാചൈവ പരാച. അത് പരാ എന്നും അപരാ എന്നും രണ്ടെണ്ണമാണ്. പരാ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം, ഉയർന്നത്, ഉയർന്നത്. അപരാ എന്ന് പറഞ്ഞാൽ അശ്രേഷ്ഠം, താണത് എന്ന്. രണ്ട് തരത്തിലാണ്. അപ്പൊ ഒന്ന് ഉയർന്നത്, ഉത്കൃഷ്ടം, മനുഷ്യന് ഔത്കൃഷ്ട്യം, ഔന്നത്യം, വികാസം, ഉത്തുംഗത, മേന്മ, മഹിമ, ഉദ്ഗതി, ഇതൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത്. മറ്റതോ അധോഗതി വരുത്തുന്നത്. അധോഗതി വരുത്തുന്നത് ഇന്നലെയാണെന്ന് തോന്നുന്നു. നമ്മുടെ പേപ്പറിൽ ഒരു വർത്തമാനം നമ്മുടെ ബ്രഹ്മചാരിണി കാണിച്ചു തന്നു, അർപ്പിത. എന്താ അത്? സ്വാമിജി നോക്കൂ, തോക്കുണ്ടല്ലോ, തോക്ക്, AK-47. AK-47 ഇത്ര നീളത്തിലുള്ള ഒരു തോക്കാ, എല്ലാ ദിക്കിലുവാ. ലോകത്തിൽ 10 കോടി ഈ തോക്കുണ്ടത്രേ, 10 കോടി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ തോക്ക് കണ്ടുപിടിച്ച ഒരു മഹാനുണ്ട്. എന്തിനാ കണ്ടുപിടിച്ചത്? ആ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചാൽ എത്ര ആൾക്കാരെ വേണമെങ്കിൽ കൊല്ലാൻ, ഒരു വിഷമവുമില്ല, കയ്യിന് വല്ല ഭാരമില്ല, കയ്യിലും പിടിച്ച് തോളത്തും വെച്ച് ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വീണോളൂ, എത്ര ആൾ വേണമെങ്കിൽ കൊല്ലാം. അത് ഉപയോഗിച്ച് ഡസൻ കണക്കിന് ആൾക്കാരെ കൊല്ലണമുണ്ട്, പ്രത്യേകിച്ചും അമേരിക്കയിൽ. ഈ AK-47 കണ്ടുപിടിച്ചതിന് ശേഷം വലിയ പ്രസിദ്ധനായി അദ്ദേഹം. എന്ത് പ്രസിദ്ധൻ? തോക്ക് കണ്ടുപിടിച്ച മഹാൻ, തോക്ക് കണ്ടുപിടിച്ച മഹാൻ, കൊല്ലുന്ന മഹാൻ, കൊല്ലിക്കുന്ന മഹാൻ, കൊല്ലുന്ന മഹാൻ, കൊല്ലിക്കുന്ന മഹാൻ, കൊല്ലാൻ സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്, ശക്തിമത്തായ ഉപകരണം, ഇതാണല്ലോ പ്രസിദ്ധി. ഒരു പക്ഷേ അദ്ദേഹം അതെല്ലാം കേട്ടും മകിഴ്ന്നിട്ടുണ്ടാവും. അടുത്ത കാലത്ത് അദ്ദേഹം ഒരു എഴുത്തെഴുതിയത്രേ, ചർച്ചിലേക്ക്. അതിൽ പറയാണ്, ഞാൻ ഈ തോക്ക് കണ്ടുപിടിച്ചു. ഈ തോക്ക് കണ്ടുപിടിക്കുന്നത് വഴി ഓരോരുത്തരും ഈ തോക്ക് കൊണ്ട് വെടിവെക്കുമ്പോൾ ആ കൊല്ലലിൽ, ആ AK-47 ഉള്ളിൽ എൻ്റെ ജീവനും എൻ്റെ ആത്മാവുമാണ്. അങ്ങനെ ഞാൻ ഘാതകനായിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. എത്ര ഘാതകന്മാരായിക്കഴിഞ്ഞു ഞാൻ. ഈ ഒരു വിചാരം, ഈ ആത്മതാപം, ഈ ഉൾവേവിക്കുന്ന ഈ കുറ്റബോധമുണ്ടല്ലോ, എന്നെ വിട്ടു പോകുന്നില്ല, പോകുന്നില്ല, പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? AK-47 E=, mc² കണ്ടുപിടിച്ചു ആര്? ഐൻസ്റ്റൈൻ. അദ്ദേഹവും അവസാനം എങ്ങനെയായിരുന്നു എന്ന് കണ്ടറിയണം. നല്ലോണം ആലോചിച്ചോളൂ, ആരാണ് ഈ ലോകത്തിൽ മഹാൻ? ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. AK-47 തോക്കുകളിൽ വെച്ച് മഹാത്ഭുതം, മഹാത്ഭുതം. കണ്ടുപിടിച്ചവനോ അതിമഹാത്ഭുതം. ആ ആളുടെ സ്വന്തം നിവേദനമാണിത്. തൻ്റെ മനസ്സ് ചൂളയായിരിക്കുന്നു, അതിൽ ബുദ്ധിയും അഹങ്കാരവും വെന്തുകൊണ്ടിരിക്കുകയാണ്. ചൂള ചൂള. തൻ്റെ സ്മരണയുടെ പേരിൽ, തൻ്റെ പ്രവൃത്തിയുടെ പേരിൽ, തൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ പേരിൽ, ആ കണ്ടുപിടുത്തത്തിൻ്റെ പിന്നാലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ പോകുന്നുണ്ട്. എത്ര പണമുണ്ടാക്കണു, കൊയ്യണു, എത്ര ആളിത് ഉപയോഗിക്കണു, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പക്ഷേ കാര്യം എന്താ? കൊല്ലാൻ, കൊല്ലാൻ, കൊല്ലാൻ. നമ്മളിവിടെ കൊല്ലാൻ ജനിച്ചവരോ?
അതോ രക്ഷിക്കാൻ ജനിച്ചവരോ? ചോദിക്കൂ, നിങ്ങൾ സ്വയം ചോദിക്കൂ ബാക്കിയുള്ളവരോടും. മനുഷ്യരിൽ എപ്പോഴും ഒളിഞ്ഞു കിടക്കുന്നതാണ് പാപബുദ്ധി. പാപബുദ്ധി ഇല്ലാതെ ഒരാളും ഒരു പക്ഷേ ഉണ്ടെന്ന് പറഞ്ഞുകൂടാ. പാപവും പുണ്യവും ചേർന്നാണ്. അതിൽ ആ പാപബുദ്ധി ഇല്ലാത്തവരാരുമില്ല എന്ന് പറയാം. അത് മനസ്സിൻ്റെ ഭാഗമാണ്. നമ്മുടെ പുരാണങ്ങൾ 18 എണ്ണാണ്, 18 ഉപപുരാണം. അതിലെല്ലാറ്റിലും കൂടി വ്യാസദേവൻ പറയുന്നത് ഒരൊറ്റ കാര്യ: പരോപകാര പുണ്യായ പാപായ പരപീഡനം. അന്യനെ പീഡിപ്പിക്കുന്നതാണ് പാപം. അപ്പം നമ്മളിവിടെ പീഡിപ്പിക്കാനോ കൊല്ലാനോ വേണ്ടി ജനിച്ചവരല്ല. ആർക്കെങ്കിലും ഒന്ന് തട്ടി തലോടാൻ വേണ്ടി വന്നവരാണ്. സാധിക്കുമെങ്കിൽ തലോടൂ, എന്തെങ്കിലും സഹായം ചെയ്യൂ. അങ്ങനെ പരോപകാര പുണ്യായ, അന്യന് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ സ്നേഹം കൊണ്ടോ അല്ല ദ്രവ്യം കൊണ്ടോ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ സാധിച്ചാൽ അതാണ് പുണ്യം. ആ പാപപുണ്യ നിർവചനത്തിൻ്റെ മുൻപിൽ നമ്മുടെ കലാഷ്നിക്കോ AK-47 കണ്ടുപിടിച്ച ആളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മനസ്സ് വേവാണ്. ഇത് ലോകത്തിലുള്ള എല്ലാവർക്കും ഒരു വാണിംഗ്, ഒരു മുന്നറിയിപ്പാണ്. സയൻസിൻ്റെ പേരിൽ, ഗവേഷണത്തിൻ്റെ പേരിൽ, കണ്ടുപിടുത്തത്തിൻ്റെ പേരിൽ എന്തും കണ്ടുപിടിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അരുത്. കണ്ടുപിടിച്ചത് ഉപകാരത്തിനുള്ളതാണോ എന്ന് ആലോചിക്കണം. ഉപകാരത്തിനുള്ളതാണോ എന്ന് ചിന്തിക്കണം. യുദ്ധം, എത്രത്തോളം കാലം യുദ്ധം ചെയ്യണം എന്നൊരു ടെൻഡൻസി, എന്നൊരു പ്രേരണ, നിർബന്ധം ഉള്ളിലുണ്ടോ അത്രത്തോളം കാലം ഇവിടെ യുദ്ധം നടക്കും. ഒന്ന് വിചാരിക്കരുത് ഈ പടക്കോപ്പുകളാണ് യുദ്ധം ചെയ്യുന്നത്. മനുഷ്യൻ്റെ മനസ്സാണ് അതിന് കൊതിക്കുന്നത്, അതിനുള്ള വാഞ്ച. അതുള്ളപ്പോൾ പടക്കോപ്പ് ഉണ്ടാക്കി തരൂ, ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് ഉണ്ടാക്കൂ. ഓരോന്നും ഇല്ലേ, ഇപ്പം ടെലികാസ്റ്റിൽ, പിശാങ്കത്തി, എല്ലാറ്റിലും ഉണ്ടല്ലോ പുതിയത്. അതുപോലെ. പക്ഷെ അത് കണ്ടുപിടിച്ചത് മനുഷ്യനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ മനുഷ്യൻ ശരീരം മാത്രമല്ല, അവൻ എന്നും പണക്കൊതിയനായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഈ ശൗനകൻ എത്ര കാലമാണ് ഈ കർമ്മകാണ്ഡത്തിൽ കടന്ന് ഉഴന്നിരുന്നത്. അതുമാത്രമാണ് സർവസ്വം. എത്ര ഗംഭീരമായി ആകാശവും ഭൂമിയും കുലുങ്ങാവുന്ന തരത്തിൽ വേദമന്ത്രങ്ങൾ അദ്ദേഹം ഉച്ചരിച്ചു കാണും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ വൈരാഗ്യവും നിസ്സാരബോധവും ഉപയോഗശൂന്യതയും ഉദിച്ച് കാർന്ന് തിന്നാൻ തുടങ്ങിയത്. ദ്വേ വിദ്യേ വേദിതവ്യേ ഇതി ഹസ്മ യത് ബ്രഹ്മവിദോ വദന്തി പരാ ചൈവാപരാച. ഞാൻ എന്തിനാ പറഞ്ഞത് ഈ കലാഷ്നിക്കോവിനെയൊക്കെ പറ്റി? പരാ അപരാ എന്ന് 2 വിദ്യയാണ്. അപരാ എന്ന് പറഞ്ഞാൽ അശ്രേഷ്ഠം, അപരം, നീചം, നികൃഷ്ടം, നാശകരം. AK-47 അതിൽപ്പെട്ടതാ. പക്ഷെ അതിനും അദ്ദേഹത്തിന് ബുദ്ധി ഉപയോഗിക്കേണ്ടി വന്നു. എല്ലാവരും അദ്ദേഹത്തിനെ സ്തുതിച്ചു കാണും. ഓ, മിടുമിടുക്കൻ. ഇത്ര ചെറിയ തോക്ക് കയ്യിൽ വെച്ച് നിലത്തൊന്നും ഉറപ്പിക്കണ്ട, എല്ലാവരെയും കൊല്ലാമല്ലോ എന്ന് വിചാരിച്ച എല്ലാവരും മുക്തകണ്ഠം സ്തുതിച്ചു കാണും. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിദ്യാ നൈപുണ്യം അപരക്ഷേത്രത്തിലായിരുന്നു, നാശകരമായിരുന്നു. അത് വേറെ ആരും പറയണ്ട. അദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നെ അതിൽ നിവേദനം നടത്തുന്നു. ഞാൻ ചെയ്തത് തെറ്റിപ്പോയി. ഓരോ തോക്കിലൂടെയും കൊന്നവരുടെ ഉള്ളിൽ എൻ്റെ ജീവനാണ്. ആ തോക്കിൻ്റെ കൂടെ കൊന്നവനേക്കാളേറെ എൻ്റെ ജീവനാണ് കിടന്ന് കളിക്കുന്നത് അദ്ദേഹം പറയണതാ. അപ്പൊ വിദ്യ തന്നെ 2 തരമാണ്. ഒന്ന് ഭൗതികം, ഒന്ന് ദ്രവ്യത്തെ സംബന്ധിച്ചത്, നശ്വര വസ്തുക്കളെ പ്രതിപാദിക്കുന്നത്, നാശകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. മറ്റതോ പരാ, ഒരാൾക്കും ഉപദ്രവമില്ലാതെ എല്ലാവർക്കും ഉപകാരം ചെയ്തുകൊണ്ട് സർവ്വ ആൾക്കാർക്കും അനുഗ്രഹകരമാവത്തക്ക വിധത്തിൽ നശ്വരതയിൽ നിന്ന് രക്ഷിക്കാൻ അനശ്വരമായിരിക്കുന്ന പൊരുൾ എന്തോ ആ പൊരുളിനെ വേണ്ടതുപോലെ ഉദ്ബോധിപ്പിച്ച് മനസ്സിന് ശാന്തി വരുത്തി ബുദ്ധിക്ക് വികാസമുണ്ടാക്കി പുറംപോക്കെല്ലാം നിർത്തി ഉള്ളിൽ മാത്രം അമർന്ന് ലയിച്ചിരുന്ന് ഉള്ളിൽ നിന്ന് ആ അമരത്വം കടഞ്ഞെടുക്കുന്ന മഹാവിദ്യയാണത്. ആ മഹാവിദ്യയാണത്. പരാചൈവാപരാച. ഇത്രയും പറഞ്ഞാൽ മതിയോ? ഇനി അപരവിദ്യയിൽ എന്തൊക്കെ പെടും എന്നുള്ളതാ പിന്നെ പറയുന്നത്. തത്രാപരാ ഋഗ്വേദോ യജുർവേദ സാമവേദോ അഥർവവേദ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? നമുക്ക് വേദം വളരെ പവിത്രമാണ്, പുനിതമാണ്, ദിവ്യമാണ്. ആ വേദം പഠിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കേമനാണെന്ന് ആരും ധരിക്കേണ്ട. 4 വേദങ്ങളും അപരവിദ്യയിൽപ്പെട്ടതാണ്. എന്താ ഈ വേദങ്ങൾ പ്രതിപാദിക്കുന്നത്? ശൗനകൻ ചെയ്തത്.
ചെയ്തിട്ട് ശൗനകന് എന്തുണ്ടായി? നിരാശയും നിസ്സാരബോധവും, നിസ്സാരതാബോധവും. ഋഗ്വേദോ യജുർവേദ സാമവേദോ അഥർവവേദ. 4 വേദാണ്. ഋക്ക്, സാമം, യജുസ്, അഥർവം. ഈ 4 വേദവും 6 ശാസ്ത്രങ്ങൾ എന്തൊക്കെയാ? ശിക്ഷാകൽപ്പോ വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി. പഴയ കാലത്ത് 4ഉം 6ആ. 4 വേദം 6 ശാസ്ത്രം. ശിക്ഷാ, കൽപ്പം, വ്യാകരണോ നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം 4 വേദമായി. അവിടുന്ന് അങ്ങടോ നമ്മുടെ ഈ വേദങ്ങളിൽ ഉച്ചാരണം എങ്ങനെയൊക്കെ വേണം, ഉദാത്തം അനുദാത്തം എന്നൊക്കെ പറഞ്ഞ് തരംതിരിവുണ്ട്. അതൊക്കെ നിഷ്കർഷിച്ച് പഠിപ്പിക്കുന്നതാണ് ശിക്ഷ. അത് കഴിഞ്ഞാലോ കർമ്മങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം, ഋത്വിക്കുകൾ എത്ര വേണം, എന്തെല്ലാം മന്ത്രം, എന്തെല്ലാം ഉപകരണം, എങ്ങനെ പിടിക്കണം, എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, ഹോമകുണ്ഡം എന്തൊക്കെ ആവാം, അർദ്ധവൃത്തം, വൃത്തം, ത്രികോണം, ചതുഷ്കോണം, പഞ്ചകോണം, ഇങ്ങനെ പലതരത്തിലും ഉണ്ടല്ലോ ആ വക കാര്യങ്ങളൊക്കെ. ശിക്ഷാകൽപ്പോ വ്യാകരണം. വ്യാകരണം വ്യാകരണം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയാം. ഏത് ഭാഷയ്ക്കും വ്യാകരണമില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. വ്യാകരണം ഉണ്ടാക്കാൻ എത്രയും വേഗം സാധിച്ചോ അത്രയും വേഗം ആ ഭാഷയ്ക്ക് അതൊരു മതിപ്പും മേന്മയുമാണ്. നമ്മുടെ സംസ്കൃത ഭാഷയ്ക്ക് ഒന്നാന്തരം വ്യാകരണം ഉണ്ടാക്കിയിരിക്കുന്നു. പല വ്യാകരണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ അവസാനത്തിൽ പാണിനി എന്ന് പറയുന്ന മഹർഷിയാണ് അവസാനം പാണിനീയം എഴുതി ആ സംസ്കൃത ഭാഷയ്ക്കുള്ള വ്യാകരണത്തിന് വേണ്ടത്ര മികവ് നൽകിയത്. പാണിനിയാണ് ഗ്രാമറിലെ ലാസ്റ്റ് വാക്ക് നമുക്ക്. ആ പാണിനി എങ്ങനെയാ അത് എഴുതിയത് എന്ന് ചോദിച്ചാൽ അതിനുകൊണ്ടൊരു കഥ. നിലനിൽക്കുന്ന ഒരു ദേവഭാഷയ്ക്കാണ് വ്യാകരണം എഴുതുന്നത്. എന്നാ ഈ ഭാഷ തുടങ്ങിയത് പറയാൻ പറ്റില്ല. ചരിത്രാതീത കാലം മുതൽക്ക്, അനാദികാലം മുതൽക്ക്, ഋഗ്വേദം മുതൽക്കുള്ള വേദങ്ങളൊക്കെ ഈ സംസ്കൃത ഭാഷയിലാണ്. അപ്പൊ ഇത്രയും കാലം 10,000 ആണ്ടുകളല്ല ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കം ചെന്ന ഒരു ഭാഷയ്ക്ക് താനൊരു വ്യാഖ്യാനം എഴുതുക എന്ന് പറഞ്ഞാൽ, അല്ല വ്യാകരണം എഴുതുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമാണോ? അപ്പം അദ്ദേഹം തീരുമാനിച്ചു ഇതിനുള്ള യോഗ്യത എനിക്കുണ്ടാവണം. ഇല്ല. അതിനാണ് പരമശിവനെക്കുറിച്ച് തപസ് ചെയ്തത്. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറയുണ്ടാക്കി. കൃഷ്ണപരമാത്മാവ് എന്ന് നിങ്ങൾ പറയുന്ന ആളുണ്ടല്ലോ, ദേവകീപുത്രൻ, ഹിമാലയത്തിൽ ചെന്ന് 12 കൊല്ലം തപസ് ചെയ്തതിന് ശേഷമാണ് പ്രദ്യുമ്നൻ ഒരു സത്പുത്രൻ ജനിച്ചത്. നിങ്ങൾക്ക് എന്ത് നല്ല കാര്യം ചെയ്യണോ തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ. നമ്മുടെ ഐകുന്ന് പാണ്ഡവഗിരിയുടെ ആ കുന്നിൻ്റെ തടത്തിൽ, ഏത് കുന്നിൻ്റെ തടം? പരശുരാമൻ പ്രതിഷ്ഠിച്ച ദുർഗാലയം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങി ആ തപസ്സിൻ്റെ സംസർഗം, തപസ്സിൻ്റെ അനുഗ്രഹം. അവിടുന്ന് അങ്ങോട്ട് പാണ്ഡവന്മാരാണ് പിന്നെ നമുക്ക് പറയാവുന്നവർ ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ. ഇതിൻ്റെ ഇടയിലും അത് കഴിഞ്ഞിട്ടും തപോധനന്മാർ പലരും വന്നവിടെ താമസിച്ചിട്ടുണ്ടത്രേ. നാരായണാശ്രമ തപോവനത്തിലുള്ള തപോധനന്മാർ 50 കൊല്ലമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്. ഞങ്ങൾ ഇവിടെ വന്ന് താമസം തുടങ്ങിയപ്പോൾ ഒരാളോടും മിണ്ടിയില്ല. ഞാൻ എൻ്റെ പാട്ടിൽ തപസ് ചെയ്ത് മിണ്ടാണ്ടിരുന്നു. നമ്മുടെ മാതാജി, ഞാൻ മുമ്പിലും പറഞ്ഞിട്ടുണ്ട്, സുലഭാദേവി പറഞ്ഞു, അച്ഛാ ഈ ക്ഷേത്രം വലിയ പരുങ്ങലിലാണോ, എന്തെങ്കിലും താല്പര്യം എടുക്കണ്ടേന്ന്. അത് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മളോട് വന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാം. നമ്മുടെ തപസ്സിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. എന്നിട്ടാണ് ജനങ്ങളെല്ലാവരും കൂടി വന്ന് സ്വാമിജി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് ആ ക്ഷേത്രത്തിൻ്റെ മാനേജ്മെൻറ്റ് നമ്മളെ ഏൽപ്പിച്ച് തന്ന് നാം അത് നടത്തിക്കൊണ്ടിരിക്കുകയാണപ്പോൾ. ട്രസ്റ്റിയാ. അഷ്ടമംഗല പ്രശ്നമൊക്കെ വെച്ചപ്പോൾ കണ്ടു അത്രേ, ഈ തപോധനന്മാരുടെ സാന്നിധ്യവും സഹവാസവും ഉണ്ടെങ്കിലേ ഇത് നടക്കുള്ളൂ. ഇതൊരു തപോധനധന്യമാണ് ഈ സങ്കേതം, തപോധനധന്യമാണ്. ഒരു ക്ഷേത്രത്തിൽ സാധാരണ പൂജക്കാരൻ ശമ്പളം മേടിച്ച് പൂജ ചെയ്യും. തന്ത്രി ഇടയ്ക്കിടയ്ക്ക് വിശേഷാൽ പൂജ ചെയ്യും. അതിനും അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കണം. അങ്ങനെ പ്രതിഫലത്തിന് വേണ്ടിയോ പ്രതിഫലം കണക്കാക്കിയോ പ്രവർത്തിക്കുന്നവരാണ് അവിടെ. വാരിസ്യാരും അത് തന്നെ, പൂജക്കാരനും അത് തന്നെ, മേൽശാന്തി കീഴ്ശാന്തി എല്ലാവരും അങ്ങനെയാണ്. ഭക്തന്മാർ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ദൈവമേ നിങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറയും. ആ അനുഗ്രഹത്തിന് വേണ്ടി അവരെന്ത് ചെയ്യും? ഒരു വഴിപാട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള നിലയ്ക്ക്. അപ്പം ഈ ദേവവിഗ്രഹത്തിന് ചൈതന്യമുണ്ടാക്കാൻ വേണ്ടി ആരാണ് എന്തെങ്കിലും ഒന്ന് സംഭാവന ചെയ്യുക? അതാണ് തപോധനന്മാർ. തപോധനന്മാർ അവർക്ക് ആ ഭഗവാനിൽ നിന്ന്, ആ വിഗ്രഹത്തിൽ നിന്ന് ഒന്നും വേണ്ട. ഭക്തന്മാരെ അനുഗ്രഹം യാചിച്ചുകൊണ്ടാണ് പോവുക. തപോധനന്മാർ വിഗ്രഹത്തിനെ നോക്കി കണ്ണടച്ച് നിൽക്കുമ്പോൾ ഞാൻ പോയി കണ്ണടച്ച് നിൽക്കാറുണ്ട്. ഒരു സംഗതി നമ്മുടെ മനസ്സിൽ അഭിലാഷ രൂപത്തിലോ ആവശ്യരൂപത്തിലോ ഉണ്ടാവില്ല. എന്നാൽ പിന്നെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവില്ലേ? ഉണ്ടാവും. എന്താ?
ഈ ദേവീസന്നിധി കൂടുതൽ കൂടുതൽ ചൈതന്യവത്തും അനുഗ്രഹകരവുമായി തീരട്ടെ. അതിന് ചൈതന്യവും ഉണ്ടാവണം, അനുഗ്രഹ ശക്തിയും ഉണ്ടാവണം. ഇതിൻ്റെ തട്ടകം വർദ്ധമാനമാവട്ടെ. തട്ടകവാസികൾക്ക് എല്ലാ വിധത്തിലുള്ള നന്മയും ഭദ്രതയും ശ്രേയസ്സും ഉണ്ടാകട്ടെ. ഇങ്ങനെയുള്ള വിചാര ഭൂമാനന്ദ സ്വാമിജിയുടെ മനസ്സിൽ വരിക. എന്താ അതിനർത്ഥം? ഭൂമാനന്ദ സ്വാമിജിക്ക് ഒന്നും ആവശ്യമില്ല ഒരു ദേവനിൽ നിന്നും ഒരു ദേവിയിൽ നിന്നും. എന്നാലോ ആ ദേവസന്നിധി നന്നാവണം. അതിന് കൊടുക്കാനുള്ളത് എന്താ? തപസ്സ. ഈ ക്ഷേത്രത്തിൽ പോയാൽ നടക്കാൻ വലിയ വിഷമമായിരുന്നു. കല്ല്, ഞങ്ങളൊക്കെ ചെരുപ്പിട്ടിട്ട് നടക്കുന്നവരാണല്ലോ പാദരക്ഷയോടുകൂടി. അപ്പോൾ അവിടെ ചെന്നങ്ങോട്ട് നിൽക്കുമ്പോൾ ഞാൻ ഒരടിയൊക്കെ താന്നു പോവും വേദനിച്ചിട്ട്. എന്നാലും വല്ല വിധവും അവിടെ ഒന്ന് ചെല്ലാറുണ്ട്. അപ്പം അടുത്ത കാലത്ത് ഒരു പ്രദക്ഷിണം വഴി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അവസാനം എളുപ്പമാണോ വലിയൊരു ക്ഷേത്രം നല്ലൊരു പ്രദക്ഷിണ വഴി വേണ്ടതുപോലെ ഉണ്ടാവണ്ടേ? എളുപ്പമല്ല. എന്തോ കാരണത്താൽ പ്രദക്ഷിണ വഴി വൃശ്ചികമാസത്തിലെ കാർത്തികയ്ക്കാണ് അത് ദേവിക്ക് സമർപ്പിച്ചത്. ഞാനിപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് അവിടെ പോയിട്ടൊരു പ്രദക്ഷിണം വയ്ക്കുക, വലിയ സന്തോഷത്തോടു കൂടി. കാലത്ത് പോകാൻ പറ്റുന്നില്ല, വൈകുന്നേരം. അപ്പോൾ വൈകുന്നേരം പോയി പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അവിടെ ആരും കാര്യമായിട്ടുണ്ടാവില്ല. ഇന്നലെ പോയപ്പോൾ 7:15 മണി കഴിഞ്ഞു. കുന്നിലായതുകൊണ്ട് 7:15 മണി 7:30ക്കൊക്കെ ക്ഷേത്രം നടയടയ്ക്കും. അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്ക് സാധിച്ചത് ഒരു 12 പ്രദക്ഷിണം വയ്ക്കാനാണ്. വേഗം നടന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറേശ്ശെ ചില കല്ലുള്ളത് പോലും നമുക്ക് ബുദ്ധിമുട്ടാക്കി തീർക്കുക. അതിനിപ്പോൾ എന്താ വേണ്ടതെന്ന് അറിയില്ല. എന്താ എൻ്റെ ഉദ്ദേശം? ആ ദേവീക്ഷേത്രം കുറച്ചും കൂടിയും പ്രസിദ്ധമാവണം, നന്നാവണം. നെടുമംഗല്യം, ഇഷ്ടവിവാഹ സിദ്ധി, ശരീരത്തിന് പ്രതിരോധ ശക്തി. എന്താ ഈ പ്രതിരോധ ശക്തി എന്ന് പറഞ്ഞാൽ? മഞ്ഞപ്പൊടിയുടെ വിശേഷം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഏറ്റവും വലിയ സമ്പത്തായിട്ടാണ് മഞ്ഞപ്പൊടിയെ പറയുന്നത്. നമ്മുടെ മഞ്ഞപ്പൊടി, പച്ചമഞ്ഞൾ, ഇതിൻ്റെയൊക്കെ ഗുണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഭാരത സംസ്കാരത്തിനെ വിലയിരുത്താൻ ഈ ഒരൊറ്റ കാര്യം അപഗ്രഥിച്ച് മനസ്സിലാക്കിയാൽ മതി. നമ്മൾക്ക് ഓലനൊഴികെ സർവ്വ സാധനത്തിലും മഞ്ഞപ്പൊടി ഉണ്ട്. ഓലിന് മാത്രമേ മഞ്ഞപ്പൊടി ഇടായുള്ളൂ. പിന്നെ പുതിയ കാലത്ത് ഇഷ്ടമുണ്ടെങ്കിൽ അതിലും ഇടില്ല. ബാക്കിയൊക്കെ മഞ്ഞപ്പൊടിയാണ്. നല്ല ഒരു ദഹനക്കാരൻ, പാരമ്പര്യവും പൈതൃകവുമുള്ള ദഹനക്കാരനെ വിളിക്കൂ. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയൂ, സദ്യക്ക് വട്ടം കൂട്ടാൻ എന്തൊക്കെയാ വേണ്ടേ ലിസ്റ്റ് തരൂന്ന്. അറിവും പാരമ്പര്യവും ഉള്ളവൻ എന്താ എഴുതുക എന്നറിയോ? മഞ്ഞപ്പൊടി 2 കിലോ എന്നാ എഴുതുക ആദ്യം. എന്നിട്ടാണ് ബാക്കി അരിയുടെ കാര്യങ്ങൾ അടക്കം എടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? ഇണ്ണാമന്മാർ അരിയെന്ന് കുറഞ്ഞ് മുമ്പിൽ എഴുതും. ആ മഞ്ഞപ്പൊടിക്കുള്ള സ്ഥാനം നിങ്ങൾ മനസ്സിലാക്കണം. മഞ്ഞപ്പൊടി ഇല്ലാതെ ഒന്നുമില്ല. എന്താ ഈ മഞ്ഞൾ? സ്ത്രീകൾ, നമ്മുടെ കുലീനരായിരിക്കുന്ന സ്ത്രീകൾ എന്ത് ചെയ്യും? മഞ്ഞൾ അരച്ച് മുഖത്തൊക്കെ തേക്കും. ഇങ്ങനെ ഈ രോമം അധികം ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കാനാ സ്ത്രീകൾക്കുള്ള ഒരു തകരാറാണല്ലോ. മഞ്ഞൾ കൊണ്ട് വേണം കുങ്കുമം ഉണ്ടാക്കാൻ. ചിലരൊക്കെ പറയും എനിക്ക് കളഭം തൊടാൻ പറ്റില്ല. എന്താ? പൊള്ളിയ മാതിരിയാവും ഇവിടെ. കളഭം തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കേട് അവർക്കോ അതോ കളഭത്തിനോ? നിങ്ങൾ മനസ്സിലാക്കണം, കളഭത്തിലുള്ള കേടല്ലേ. നമ്മൾ തുളസി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കൂളത്തിൻ്റെ ഇല ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എന്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ശരീരത്തിന് നല്ലതാണല്ലോ. നമുക്ക് 2 കാര്യമാണ്, ഭസ്മം, ചന്ദനം. എന്താ ഈ ഭസ്മം? പശുവിൻ്റെ ചാണകം കത്തിച്ച് കരിച്ചല്ല, വെണ്ണീറാക്കി. ആ വെണ്ണീർ നിങ്ങൾക്ക് ആവശ്യം പോലെ വെള്ളത്തിൽ കലക്കി അരിച്ച് കല്ലും മണ്ണും ഒന്നും ഇല്ലാതെ എടുക്കാം. അങ്ങനെയുള്ളതാണ് ഭസ്മം. അത് നമ്മുടെ നെറ്റിയിൽ ഇവിടെ എല്ലാ ദിക്കിലും സന്ധികളിലൊക്കെ തൊട്ട്, പുറത്തൊക്കെ തൊട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അങ്ങനെ ധാരാളം ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പം ഞങ്ങളുടെ ആശ്രമത്തിൽ ചിലർ വരും, പ്രത്യേകിച്ചും കുറേയൊക്കെ ബ്രാഹ്മണരാവും. തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു കുടുംബക്കാർ വന്നിരുന്നു. ഭാര്യയുണ്ട്, ഭർത്താവും ഉണ്ട്, മകനും ഉണ്ട്. എല്ലാവരും പൊടിച്ച് ഭസ്മം തൊട്ടിരിക്കണം. ആ ഭാര്യ മുഖം നോക്കി, എൻ്റെ ഭർത്താവിന് അഴകില്ല അതുകൊണ്ട് തൊടണ്ടെന്ന് പറയുന്നില്ലല്ലോ. അവർ സന്തോഷിക്കുകയാണ് അതിൽ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ, പ്രേക്ഷകരെ നിങ്ങൾ? ഇതാണ് ഭാരതം, ഇതാണ് നമ്മുടെ സംസ്കാരം. ഇതിൻ്റെ എതിരെ ഒരു വിരൽ ചൂണ്ടാൻ ലോകത്തിൽ വല്ലവരും ഉണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാളെങ്കിലും പറയൂ, അതിൽ നിന്ന് വിലയിരുത്തിക്കോളൂ ബാക്കിയുള്ള പ്രസ്താവനകൾ മുഴുവനും. അപ്പം മഞ്ഞപ്പൊടിക്കുള്ള ഏറ്റവും വിശേഷം ഒരു അമേരിക്കൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്ത കാലത്ത് പറഞ്ഞതാണ്. എന്താ? ഡിമെൻഷ്യ എന്നൊരു രോഗമുണ്ട്, വാർദ്ധക്യ സഹജമാണ് വൃദ്ധന്മാർക്ക് വരുന്നത്. എന്താ? ഓർമ്മ ഇങ്ങനെ നശിച്ച് പോവുക. എന്താ അതിനർത്ഥം? വെറുതെ ഓർമ്മ നശിക്കുകയല്ല.
ഈ ഓർമ്മയൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് തലച്ചോറിൻ്റെ സെല്ലുകളിലാണ്. ആ സെല്ലുകൾക്ക് ക്ഷീണം വന്ന് അതിന് തേയ്മാനം വരുമ്പോഴാണ് ഓരോ മെമ്മറി ഓർമ്മയായിട്ട് പോണത്. അങ്ങനെ ഡിമെൻഷ്യ വരാതെ ഇരിക്കാൻ മഞ്ഞപ്പൊടിക്ക് വലിയ ഒരു ശക്തിയുണ്ടത്രേ, ഗുണവിശേഷം. അപ്പം ഈ മഞ്ഞപ്പൊടി കഴിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം, മഞ്ഞളിന് നല്ല വിലയുണ്ട്. ചില മരുന്ന് കമ്പനികളിലൊക്കെ, സൂഡോ കമ്പനികളിൽ അവർ എന്ത് ചെയ്യണു, പലതരത്തിലുള്ള ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റ്സ് ഉണ്ടല്ലോ, അതിന് പകരം മഞ്ഞപ്പൊടി നിറച്ചിട്ട് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയുണ്ട് ഒരു ഏർപ്പാട്. അതെങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, വേറെ മണ്ണല്ലാതെ. അപ്പോൾ ആ മഞ്ഞപ്പൊടി വളരെ വിശേഷമാണ്. നമ്മുടെ ഈ പാണ്ഡവഗിരി, ഐകുന്ന് പാണ്ഡവഗിരി ദേവീ സന്നിധിയിൽ മഞ്ഞൾ കൊണ്ടുള്ള പറ വളരെ വിശേഷമാണ്. സ്ത്രീകളാണെങ്കിൽ ധാരാളം മഞ്ഞൾ പൂശണം, മഞ്ഞൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുങ്കുമം തൊടാൻ നോക്കണം. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ശരീരത്തിൽ മഞ്ഞൾ ചേർന്നിരിക്കണം. ആ ഒരു മംഗല്യത്തിൻ്റെ സൂചകയാണ് ഈ മഞ്ഞൾ. കല്യാണത്തിനൊക്കെ നല്ല ഇൻവിറ്റേഷൻ കാർഡൊക്കെ അയക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ അലങ്കാരമായി കെമിക്കൽ കളേഴ്സാണ് കൊടുക്കുക. സാധാരണ അച്ചടിച്ചിട്ട് അതിൻ്റെ 4 ഭാഗത്തും മഞ്ഞൾ ഇങ്ങനെ വെള്ളത്തിൽ തട്ടി ഇങ്ങനെ തൊട്ടിട്ടാണ് കല്യാണ കാർഡൊക്കെ അയക്കുക. കല്യാണത്തിന് ആരെങ്കിലും വിളിക്കാൻ ചെല്ലുമ്പോൾ അക്ഷതം ഉണ്ടാക്കും. എന്താ ഈ അക്ഷതം? പച്ച അരി, മുഴുപ്പുള്ള അരി, അതിൽ മഞ്ഞപ്പൊടി ഇത്തിരി വെള്ളത്തിൽ ചേർത്ത് അത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് തിരുമ്പി ആ അക്ഷതം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ക്ഷണിക്കുക. അപ്പം ആ മഞ്ഞളിന് എത്ര സ്ഥാനം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചോളൂ. ഒന്ന് ആലോചിക്കൂ, ഗ്രഹിക്കൂ, മനസ്സിലാക്കൂ. അപ്പം ഈ മഞ്ഞളിൻ്റെ പ്രാധാന്യം നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. നമ്മുടെ ഭക്തി സംസ്കാരം വളരെ വിശേഷപ്പെട്ടതാണ്. ആ സംസ്കാരത്തിൽ നാഗരികത വന്ന് കളഭവും മലീമസമായി അതും തൊടാൻ പറ്റില്ല, കുങ്കുമവും നമുക്ക് തൊടാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ കുങ്കുമത്തിന് പകരം എന്താ ചെയ്യുന്നത്? ഒട്ടിച്ചൊട്ടിച്ച് വയ്ക്കുക. ഇന്നൊരു കളറ്, നാളെ വേറൊരു കളറ്, ഇന്ന് വയലറ്റ് സാരിയുടെ കളറ്, നാളെ ചുവപ്പ്, മറ്റന്നാൾ കറുപ്പ്, ഇനി ഒരു ദിവസം വെളുപ്പ്. പൊട്ട് ഇങ്ങനെ തൊടാനുള്ളതാണോ കൂട്ടരെ? എന്നാൽ നിങ്ങൾ എന്തിനാ പൊട്ട് തൊടണേ? ഈ നാഗരികതയും സുഗമമാക്കലും എവിടം വരെ ആകാം? പഴയ കാലത്ത് കേട്ടിട്ടുണ്ട്, തിരുവാഴ്ത്താൻ എന്ന് പറഞ്ഞിട്ടൊരു വിശേഷപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഏറ്റവും നേർന്നത് ഉടുത്തുകൊണ്ട് ഇങ്ങനെ വന്നു അത്രേ. അപ്പോൾ ഒരാൾ ഉടുത്തത് കുറച്ച് കനണ്ടായിരുന്നു, പിന്നെയോ അതിനേക്കാൾ നേർത്തു. അങ്ങനെ നേർത്തതുടുത്ത് ശരീരം മുഴുവനും കാണുന്നുള്ള നിലയായി. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു അത്രേ? പിറ്റേ ദിവസം ഒരു മുണ്ട് മേടിച്ച് അതിൻ്റെ കര മാത്രം നിർത്തി ബാക്കിയുള്ളത് മുഴുവൻ മുറിച്ചും കൊണ്ട് കൊടുത്തു. എന്നിട്ട് അങ്ങോട്ട് അരയിൽ കെട്ടിപ്പോയി. എന്താണോ താൻ കാണിച്ചത്? എന്താ കാണിച്ചത്? ഏറ്റവും നേർത്തതാ ഞാൻ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്ന്. എന്തു പറയണു നിങ്ങൾ? അങ്ങനെ പഠിപ്പിക്കാൻ നമുക്ക് കുറച്ച് ആൾക്കാർ വേണം. നമ്മുടെ ക്ഷേത്രം പവിത്രമായ ഒരു സങ്കേതമാണ്. ഈ പവിത്രവും ദിവ്യവുമായിട്ടുള്ള സങ്കേതത്തിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ശരീരത്തിന് സഹായകമാവണം. കളഭം നെറ്റി തൊടാൻ പറ്റില്ല, കുങ്കുമം അതും പൊള്ളിക്കും എന്ന് പറഞ്ഞാലോ? ഒന്നിലോ കൊടുക്കരുത്. കൊടുക്കുകയാണെങ്കിൽ നല്ലോണം പോലെ കൊടുക്കുക. ഒന്നാന്തരം മണ്ണ് കിട്ടാനുണ്ട്. ഇപ്പം ഞാൻ ധരിച്ചിട്ടുള്ള പൊട്ടുണ്ടല്ലോ, പലർക്കും അതൊരു പരാമർശ വിഷയം ആവാറുണ്ട് ചിലപ്പോൾ. ആ പൊട്ട് എന്താണെന്നറിയോ? വെറും കളിമണ്ണ്. മണ്ണിൽ നിന്നുണ്ടായ ഈ ശരീരത്തെ മണ്ണുകൊണ്ടാണ് അലങ്കരിക്കുന്നത്. ഈ രുദ്രാക്ഷം എന്ന് പറയുന്നത് എന്താ? അത് മരത്തിലുണ്ടാവുന്ന ഒരു കായാണ്. അങ്ങനെ നിങ്ങളൊന്ന് നൈസർഗികമായി ജീവിക്കാൻ പഠിക്കുവപ്പാ. ആ നൈസർഗികതയാണ് സംസ്കാരത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും പരമകാഷ്ഠ. ഇന്നിപ്പോൾ മനുഷ്യർ കൊതിക്കുന്നത് എന്തിനാ? ഓർഗാനിക്കലി ഗ്രോൺ വെജിറ്റബിൾസ്. നമ്മൾക്ക് ഈ കെമിക്കൽസും ധാതുക്കളും ലവണങ്ങളും ഉപയോഗിക്കാതെ നല്ല നല്ല കായ്കറികൾ നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ജൈവവളങ്ങൾ മാത്രം നൽകിയിട്ടുള്ളത്. ഞങ്ങളുടെ ആശ്രമത്തിൽ കുറേ തെങ്ങുണ്ട്. ആ തെങ്ങുകൾക്ക് പഴയ കാലത്തൊക്കെ ഇവരൊക്കെ പറഞ്ഞിട്ട് 5 കിലോ വരെ രാസവളങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. ഒരു തവണ ഞാൻ തീരുമാനിച്ചു, ഇനി രാസവളങ്ങൾ കൊടുക്കില്ല. തെങ്ങുകളോടൊക്കെ പറഞ്ഞു, നിങ്ങൾക്കേ രാസവളങ്ങൾ തരാൻ പോകുന്നില്ല കേട്ടോ, നല്ലതല്ല എന്നാണ് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തായി? ചാണവും വേപ്പും പിണ്ണാക്കുക കൊടുക്കണത്. ഇപ്പോൾ തോലും ചാണവും വേപ്പും പിണ്ണാക്കും. അപ്പോൾ ഈ ജൈവവളം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എത്രത്തോളം കാലമാണ് നമ്മൾ ഈ നാഗരികതയുടെ പിന്നാലെ പോവുക? ഐ വുഡ് ലൈക്ക് ഓൾ ഓഫ് യു ടു ഡിഫൈൻ സിവിലൈസേഷൻ. നമ്മുടെ ഈ സഭ്യത പരിഷ്കാരം എന്ന് പറയുന്നതിന് ഒരു റിസർച്ച് ചെയ്ത ഒരു വിവരണം ഉണ്ടാക്കൂ. സസ്റ്റൈനബിൾ സിവിലൈസേഷൻ. നമ്മുടെ പരിഷ്കാരത്തിൻ്റെ ഹസ്തങ്ങളിൽ നാം നശിക്കരുത്. പൊട്ട് തൊട്ടാൽ നെറ്റി പൊള്ളും, കുങ്കുമം തൊട്ടാൽ പുരികം പൊള്ളും. എന്താ അത്? അപ്പോൾ ഈ മഞ്ഞളിൻ്റെ പ്രസക്തി വളരെ വിശേഷമാണ്. എല്ലാ കായ്കറിയിലും നമ്മൾ മഞ്ഞളിടും. മഞ്ഞപ്പൊടി ഇല്ലാതെ ഒന്നുമില്ല.
എന്താ അതിന് അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കിക്കോളും. അപ്പം ആ മഞ്ഞൾ കൊണ്ടുള്ള പറ വളരെ വിശേഷ. അത് പ്രത്യേകിച്ചും നെടുമംഗല്യത്തിന് ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ആ മഞ്ഞളും സ്ത്രീകളും ഒരുപോലെ പോകുന്നതാണ്. എത്രത്തോളം അത്യാവശ്യമോ അതുപോലെയുള്ള ഒരു പ്രധാന ദിവ്യമംഗള സ്ഥാനമാണ് സ്ത്രീകൾക്കുള്ളത്. അപ്പം അവർക്ക് ഇഷ്ടവിവാഹ സിദ്ധിക്കും നെടുമംഗല്യത്തിനുമൊക്കെ ഈ മഞ്ഞൾ കൊണ്ടുള്ള പറ വയ്ക്കുക. ആ മഞ്ഞൾ പറയ്ക്ക് അത് വിട്ടൊരു സാധാരണ വിവാഹം എന്ന് പറയുമ്പോൾ ഒരു വലിയ കൊതിയാണല്ലോ. ശരിയായിട്ടുള്ള മഞ്ഞൾ പറയുടെ ഉദ്ദേശം എന്താ? നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി വേണം. ആ പ്രതിരോധ ശക്തി കുറയുമ്പോഴാണ് ഓരോരോ രോഗങ്ങളും ആക്രമണങ്ങളും അണുക്കളുമായി പ്രവേശിക്കുന്നത്. ഏത് രോഗത്തെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നുവോ ആ രോഗാണുക്കളുടെ കീഴിലാണ് നമ്മുടെ മരണം. അപ്പം ശരീരത്തിന് പ്രതിരോധ ശക്തി എങ്ങനെ വർദ്ധിക്കും? ഒരു ദിവ്യസന്നിധിയിൽ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞൾപ്പറ വയ്ക്കുക. ഇന്നത്തെ കാലത്ത് ക്യാൻസറും മറ്റു രോഗങ്ങളും ധാരാളമുണ്ട്. അവർ പരമാവധി ചെയ്യേണ്ടതെന്താ? തൻ്റെ ശരീരത്തോളം തൂക്കമെടുത്ത് തുലാഭാരം മഞ്ഞൾ കൊണ്ട് അങ്ങോട്ട് നടത്തുക. ആർക്കൊക്കെ സാധിക്കുമോ അവർക്കൊക്കെ ചെയ്യാം. അത് സാധിക്കാത്തവരോ ഒരു മഞ്ഞളെങ്കിലും എടുത്ത് ദേവിയുടെ മുൻപിൽ കൊണ്ടുവച്ച്, എനിക്ക് തുലാഭാരമോ നിറപറയോ നടക്കാൻ സാധിക്കില്ല എൻ്റെ അമ്മയെ, അതുകൊണ്ട് ഈ ഒരു മഞ്ഞൾ കൊണ്ട് തൃപ്തിപ്പെട്ട് എനിക്ക് വേണ്ട പ്രതിരോധ ശക്തിയും മംഗല്യവും ഒക്കെ തരൂ എന്ന് പറഞ്ഞാലും മതി. പക്ഷേ പണം കയ്യിലുള്ളവരോ പേഴ്സ് അഴച്ചത് ചെയ്യേണ്ടി വരും. എന്താ? ദേവസന്നിധിയിൽ കളവും ചതിയും പറ്റില്ല. താൻ 10,000-ങ്ങളും ലക്ഷങ്ങളുമാണ് കൈകാര്യം ചെയ്യണത്. ദേവീക്ഷേത്രത്തിൽ വന്ന് പേഴ്സ് തുറക്കുമ്പോൾ 500-ന്റെ 200-ന്റെ നോട്ടേ പുറത്തു വരുള്ളൂ. നടക്കില്ല, അത് നടക്കില്ല. നമ്മുടെ കുട്ടികൾക്ക് ചെയ്യുന്ന മാതിരി, സ്നേഹിതന്മാർക്ക് ചെയ്യുന്ന മാതിരി, കടയിൽ പോയാൽ സാമാനങ്ങൾ മേടിക്കുന്ന മാതിരി ഒരു ആനുപാതികത്വം ദേവന് കൊടുക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ടത് ദേവന്മാർക്ക് കൊടുത്ത്, ദേവന്മാരെ തൃപ്തിപ്പെടുത്തി, ദേവന്മാരിഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടത് തന്ന് പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നതാ. നമ്മുടെ കയ്യിലുള്ളതൊക്കെ തരുന്നത് ദൈവമാണ്. ആ ദൈവത്തിന് അങ്ങടും കൊടുത്ത് അവർ തൃപ്തിപ്പെട്ട് നമ്മളും തൃപ്തിപ്പെട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു കൂട്ടായ്മയോടുകൂടി ജീവിക്കൂ എന്നാണ് വലിയ സഹകരണത്തിനെ പറ്റി കൃഷ്ണൻ പറയുന്നത്. ആ ശ്ലോകം വരുന്ന സമയത്ത് ഞാൻ മുക്തിസുധാകരൻ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരിച്ച് പറഞ്ഞു തരാം. അപ്പം ഇതൊക്കെ വളരെ വിശേഷപ്പെട്ടതാ. ഞാനിത് എന്തിനാ പറഞ്ഞത്? പാണിനി ഒരു വ്യാകരണം ബഹുസഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഭാഷ, വേദകാലം മുതൽക്ക് ദേവഭാഷയായി നിൽക്കുന്നതിന് ഒരു വ്യാകരണം എഴുതാൻ പുറപ്പെട്ടപ്പോൾ പെട്ടെന്ന് അതിനുള്ള യോഗ്യതയും ആ ക്രാന്തദർശിത്വം, സൂക്ഷ്മദൃഷ്ടി, അക്ഷരങ്ങൾ, പദങ്ങൾ, ചേർച്ച, വിഗ്രഹം, സന്ധി എന്തൊക്കെയാണ് അതൊക്കെ സൂത്രരൂപത്തിൽ പറയണം. അതിനെന്ത് ചെയ്തു? പരമശിവനെക്കുറിച്ച് തപസ് ചെയ്തു. എൻ്റെ പ്രേക്ഷകരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ ഓടണ്ട, ചാടണ്ട. മനസ്സുരുകി, മനസ്സിനെ വിനിയോഗിച്ച്, മനസ്സിനെ വ്യഗ്രമാക്കി തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു മഞ്ഞളെങ്കിലും മനസ്സ് നിറഞ്ഞ് നടയിൽ വെച്ച് അമ്മേ എനിക്ക് ഇതേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്താൽ അത് തപസ്സായി, ഒരു വിരോധമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം. എന്ത്? കയ്യിലുള്ളവരതുപോലെ ചെയ്യരുത്. അപ്പോൾ ഇത് എന്തിനാ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാലോ, ശ്രീമദ് ഭാഗവതം പറയുമ്പോൾ ഞാൻ പ്രതിപാദിക്കുകയുണ്ടായി, അതിഥിയുടെ മക്കള് ദേവന്മാര് അവരെയൊക്കെ മഹാബലി ഓടിച്ചു. മഹാബലി ചെയ്തതെന്താ? വിശ്വജിത്ത് എന്ന് പറയുന്ന വലിയ ഒരു യാഗം ശുക്രമഹർഷി പറഞ്ഞു കൊടുത്ത് ചെയ്തതാ. അതിൽ നിന്ന് പല വിഭവങ്ങളും കിട്ടിയിട്ടാണ് സ്വർഗം ആക്രമിച്ച് ഇന്ദ്രനെ പുറത്താക്കിയത്. അപ്പോൾ അതിഥിയുടെ മനസ്സ് ചുട്ടു. അവരെന്ത് ചെയ്തു? ഞാൻ എന്താ ചെയ്യുക? എൻ്റെ മക്കൾക്ക് സ്ഥാനഭ്രംശം വന്നിരിക്കുക, അമ്മയുടെ മനസ്സ് എങ്ങനെയായാലും അതിൽ വേവൂലോ. കശ്യപൻ ഭർത്താവോട് ചെന്ന് ചോദിച്ചപ്പോൾ, നീ പേടിക്കണ്ട, പയോവ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു. എന്താണ് ഈ പയോവ്രതം? പാല് മാത്രം കഴിച്ച് നിലത്തിൽ കിടന്നുകൊണ്ട് വിശേഷപ്പെട്ട ഒരു മാസത്തിൽ കുറച്ച് ദിവസം കഴിച്ചു കൂട്ടുക, ഭഗവാനോട് പറയാനുള്ളത് പറയുക. പക്ഷെ ആ സമയത്ത് മുഴുവൻ ഈശ്വര സംഘമായിരിക്കണം മനസ്സിൽ. അവരാരും അറിയാതെ അവരുടെ ഒരു മുറിയിലിരുന്ന് പയോവ്രതം നടത്തി. മഹാവിഷ്ണു വന്നുല്ലോ അവിടെ. വന്നിട്ട് പറഞ്ഞതെന്താ? അമ്മേ, നിങ്ങളുടെ വിഷമം മുഴുവനും എനിക്കറിയാം, അത് പരിഹരിക്കണം എന്നുള്ളതും എനിക്കറിയാം. മക്കൾക്ക് സ്ഥാനഭ്രംശം വന്നാൽ അമ്മയുടെ മനസ്സ് നൊന്തുപോകും, എനിക്കറിയാം. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്നത് മഹാബലിയാണ്. ആ മഹാബലിയും ഒരു നിലയ്ക്ക് വലിയ ഭക്തനാണ്.
അപ്പം ആ മഹാബലിയെ നേരിടണം എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു ശത്രുക്കളെ നേരിട്ട് സംഹരിക്കുന്ന പോലെ സംഹരിക്കാൻ പറ്റുന്ന ആളല്ല. അതിനൊരു പ്രത്യേക വഴി കണ്ടുപിടിക്കണം. ആ വഴി ആലോചിച്ച് ചെയ്യേണ്ടതാ. എൻ്റെ മനസ്സിൽ തോന്നണത്, ഞാൻ അങ്ങയ്ക്ക് തന്നെ മകനായിട്ട് ജനിക്കാം, ഭവതിയുടെ മകനായിട്ട് ജനിക്കാം. ജനിച്ച് ഒരു തപസ്വിയായി, ഒരു ബ്രഹ്മചാരിയായി മഹാബലിയുടെ അടുത്ത് യാഗം ചെല്ലുമ്പോൾ ഞാൻ ചെന്ന് എനിക്ക് വേണ്ടത് യാചിക്കാം. അങ്ങനെ സംഘട്ടനമോ നേരിടലോ ഇല്ലാതെ വേണം ഈ കാര്യം നേടാൻ എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഭർത്താവിനെ സമീപിച്ചോളൂ എന്നും പറഞ്ഞു പോയി. അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് വാമനൻ. ഇങ്ങനെ ആ കഥ. എന്താ അതെന്ന് മനസ്സിലാവണത്? ഉള്ളവരെ ഉള്ളതിന് ആനുപാതികമായി വേണം ദാനം ചെയ്യാനോ സമർപ്പണം ചെയ്യാനോ. ഇല്ലാത്തവരോ അതിനനുസരിച്ച് മതി. ഒരു മഞ്ഞൾ വെച്ച് നമസ്കരിച്ചാൽ മതി, ഒരു വിരോധവും ഇല്ല. പക്ഷെ ആ മഞ്ഞളിൻ്റെ വിശേഷം നിങ്ങൾക്ക് മനസ്സിലാവണം. മഞ്ഞൾ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാവണം. അതിൽ നിന്നുള്ള പ്രതിരോധം വളരെ വിശേഷപ്പെട്ടതാണ്. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഈ പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ അപ്പം ഞാൻ അവിടെ 2 ദിവസമായിട്ട് പോയി പ്രദക്ഷിണം വയ്ക്കുക. പ്രദക്ഷിണത്തിൻ്റെ ഉദ്ദേശം തപോധനധന്യമായിരിക്കുന്ന ആ ദേവീസന്നിധിക്ക് കുറച്ചും കൂടിയും തപോധനധന്യത ഉണ്ടാവട്ടെ, എന്നിട്ട് ദേവിക്ക് ചൈതന്യം വർദ്ധിക്കണം, ദേവചൈതന്യം വർദ്ധിക്കണം, അനുഗ്രഹശക്തിയും വർദ്ധിക്കണം. ആ ക്ഷേത്രം വലിയ ഒരു സന്നിധിയായിത്തീരണം, പവിത്ര സന്നിധി. സഹസ്രക്കണക്കിന് ജനങ്ങളെ അനുഗ്രഹിക്കണം. അവിടെ കാർത്തിക ദീപം വളരെ വിശേഷമാണ്. അനവധി ആൾക്കാർ വരുന്നുണ്ട്. ആ കുന്നിൻ്റെ മോള് പാണ്ഡവന്മാർ തപസ് ചെയ്തത്, പരശുരാമൻ പ്രതിഷ്ഠിച്ച് സഹവാസം നൽകിയത്, അനവധി തപോധനന്മാർ യുഗാന്തരങ്ങളിലെല്ലാം തന്നെ സന്നിഹിതരായി. ഈ നാരായണാശ്രമ തപോവനം എന്ന് പറയുന്ന ആ തപോവനത്തിലെ തപോധനന്മാരും എല്ലാവരും അവരുടെ സംസർഗത്തോടു കൂടിയിരിക്കുന്ന വിശേഷപ്പെട്ട, അങ്ങനെ പൊലിഞ്ഞു വരുന്ന ഒരു ദേവീസന്നിധിയാണത്. ദേവീസന്നിധികൾക്ക് ഏറ്റക്കുറച്ചിലുണ്ടല്ലോ, മനുഷ്യരെ സഹവാസികളെ അനുസരിച്ചാണ്. ഞാൻ പറയാറുണ്ട്, മധുര മീനാക്ഷി ക്ഷേത്രം വരെ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് പൂട്ടിയിടേണ്ടി വന്നു. എത്ര വലിയ മഹാക്ഷേത്രം! അതുകൊണ്ട് നമ്മളെ ഈ ദേവീസന്നിധി എല്ലാം കൊണ്ടും വിശേഷപ്പെട്ട ഒന്നാവണം. ഞാൻ ഇന്നലെ അവിടെ പോയി എൻ്റെ മനസ്സിൽ തോന്നിയ ആലോചന എന്താ? ഈ ക്ഷേത്രത്തിലെ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? ഉവ്വ്. കൂടുതൽ ആൾക്കാരും പുറമേ നിന്നാണ് വരുന്നത്. ഒരു പ്രശ്നം വെച്ചപ്പോൾ കണ്ടു അത്രേ, നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഈ ദേവിയുടെ അടുക്കിലേക്ക് കാണാനും ഈ ദേവിക്ക് വേണ്ട ഉപഹാരങ്ങൾ നൽകാനും വിദേശങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ വരും. നിങ്ങൾ പേടിക്കേ വേണ്ട എന്ന് പറഞ്ഞു അത്രേ പ്രശ്നത്തിൽ. അപ്പോൾ എനിക്ക് ഇന്നലെ അവിടെ പോയപ്പോൾ തോന്നി, കുന്നിൻ്റെ മുകളിലാണ്, സ്ഥല സൗകര്യം പോരാ. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അവിടെ ഒരു റോഡുണ്ട്, കുറേ നേരെയാക്കിയിരിക്കുന്നു. അതൊന്നും കൂടി നേരെയാക്കി പ്രദക്ഷിണമായിട്ട് മടങ്ങി പോകാനുള്ള റോഡ് നേരെയാക്കണം. പിന്നെ അവിടുന്ന് അങ്ങോട്ടോ ആൾക്കാർക്ക് താമസിക്കാൻ സ്ഥലം വേണം. അപ്പോൾ ആ റോഡിൻ്റെ ഒരു ഭാഗത്തൊരു താങ്ങുമതിൽ കെട്ടാനുണ്ട്. ആ താങ്ങുമതിൽ സ്ട്രെയിറ്റ് ആയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്കൊരു വാർപ്പ്, ഒരു പെര ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോട്ടിലെ ആൾക്കാർക്ക് താമസിക്കാം. ഒരു 2800 സ്ക്വയർ അടി കിട്ടുന്ന എഞ്ചിനീയറോട്, നമ്മുടെ നടരാജൻജിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ടയറും കൂടി ഉണ്ടാക്കിയാൽ അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ആ നടുമുറ്റല്ലേ, ആ മുറ്റത്തിൻ്റെ ലെവലായി, അങ്കണത്തിൻ്റെ. അപ്പോൾ നമുക്കത് വർദ്ധിപ്പിക്കണമെങ്കിൽ വർദ്ധിപ്പിക്കും വേണം. അപ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിൽ പ്ലാൻ ചെയ്തിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ. തത്കാലം എനിക്ക് അറിയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു താങ്ങുമതിൽ കെട്ടണം. ആ താങ്ങുമതിൽ എത്ര ഉറപ്പോടു കൂടി കെട്ടണം, അതിൻ്റെ മുകളിലൊരു വാർപ്പ്, അതിൻ്റെ മുകളിലൊരു നിലയും കൂടി എടുത്ത് അങ്ങനെ വരുമ്പോൾ എത്ര ഉറപ്പ് വേണം എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ എനിക്ക് കണക്കാക്കി പറയേണ്ടത് എന്ന് ഞാൻ പറയുണ്ടായി. അപ്പം അതിന് ഭൂമാനന്ദ സ്വാമിക്ക് നൽകാനുള്ളതോ ചെയ്യാനുള്ളതോ എന്താ? തപസ്സാണ്. അതാണ് അവിടെ പോയിട്ട് പ്രദക്ഷിണം വയ്ക്കുക. ഞാനിപ്പോൾ ഉള്ളിൽ ചെന്നിട്ട് ദേവിയെ കണ്ട് തൊഴാനും നമസ്കരിക്കാനും ഒന്നുമില്ല. അവിടെ പോയി പ്രദക്ഷിണം വയ്ക്കുക. ഞങ്ങൾ അങ്ങനെയാണല്ലോ, അകന്നു നിൽക്കുന്നവരാണല്ലോ. അപ്പം പാണിനി മഹർഷി തപസ്സാണ് ചെയ്തത്. ആ തപസ് കൊണ്ടാണ് പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതാണല്ലോ ഉടുക്ക്. ആ ഉടുക്ക് കൊണ്ട് ഗുഡു ഗുണു ഞുണു മുണു എന്നിങ്ങനെ വായിച്ചു. ആ വായിച്ചത് കേട്ടപ്പോൾ ഉടനെ തോന്നിയില്ലോ, പരമശിവൻ വായിച്ചത് ഉടുക്കാണ്. പാണിനിയുടെ ഉള്ളിലോ മാഹേശ്വര സൂത്രങ്ങളാണ് വ്യാകരണത്തിൻ്റെ തുടക്കമായി മനസ്സിലുദിച്ചത്. ആ ഈ ഉണ് ഏ ഓങ് ഐ ഔജ്, ഇങ്ങനെ ഓരോ സൂത്രങ്ങളാണ്. അത് പാണിനിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തെളിഞ്ഞ് അങ്ങോട്ട് വന്നു. ആ മാഹേശ്വര സൂത്രങ്ങളെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം വ്യാകരണം രചിച്ചത്. ഞാനിത് എന്തിനാ ഇത്രയൊക്കെ പറഞ്ഞത്?
നമ്മുടെ വ്യാകരണമുണ്ടല്ലോ, ശിക്ഷാകൽപ്പ വ്യാകരണം. പിന്നെ നിരുക്തം. നിരുക്തം എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ വാക്കുകളുണ്ടല്ലോ, ഈ വാക്കുകൾ എങ്ങനെയാ ഉണ്ടായിരിക്കുന്നത്, അതിൻ്റെ ധാതു എന്ത്, പ്രഥമാക്ഷരം എന്ത്, എവിടുന്നാ വന്നിരിക്കുന്നത്, ആ ഡിറൈവേഷൻസ് വാക്കുകളുടെ. സംസ്കൃതത്തിലുള്ള വാക്കുകൾക്കൊക്കെ പ്രത്യേക പ്രത്യേകം അർത്ഥമാണ്. ഇപ്പൊ രാമഹ എന്നൊരു വാക്കുണ്ടെങ്കിൽ എന്താണ് ഈ രാമഹ? രമയതി. രമയതി ഇത് രാമഹ, സന്തോഷിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. കൃഷ്ണ എന്ന് പറഞ്ഞാലോ കർഷതി, ആകർഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആള്. അങ്ങനെ എല്ലാറ്റിനും നമുക്ക് ഡിറൈവേഷൻസ് ഉണ്ട്. വെറുതെ ചുച്ചുമു, മുക്കുമു, കൊച്ചുമോൾ, തൊച്ചുമോൾ, കീ, കൂ അങ്ങനെയുള്ളതല്ല. അപ്പൊ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഞാൻ എപ്പോഴും പറയാനുള്ളല്ലോ, ഷുജു, മുജു, കുജു, പിജു. എന്താ ഇതിന് അർത്ഥം? ആർക്കും അറിയില്ല. അപ്പൊ നമുക്ക് അർത്ഥമുള്ള അത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇന്ത്യ രാജ്യത്തിൽ 5 ലക്ഷമോ 10 ലക്ഷമോ ഗ്രാമങ്ങളുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഓരോ പേരുണ്ട്. ഈ പേര് എങ്ങനെയാ ഉണ്ടായത്? ബുദ്ധിയുള്ളവരാണെങ്കിൽ ഈ പേര് ഉണ്ടാക്കിയതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ വഴിപാട് എന്നുള്ള വാക്ക് ആലോചിച്ച് നോക്കിയപ്പോൾ വഴിയിൽ നടന്നിട്ടുണ്ടാവുന്ന പാടാണല്ലോ വഴിപാട്. ആ വഴിപാടാണ് ഒരു ക്ഷേത്രത്തിൽ വന്ന എന്ത് ദേവന് കൊടുക്കുമ്പോഴും ദേവിക്ക് കൊടുക്കുമ്പോഴും ഞാൻ കൊടുത്തു എന്നുള്ള ഒരു പ്രമാണം അവിടെ കാണില്ല. കൊടുക്കും എല്ലാവരും. ഒരു കൂട്ട മുതലോ ഒരു കൂട്ട സമർപ്പണമോ അവിടെ ഉണ്ടാവും. ഏത് വഴി കൂടി നിങ്ങൾ നടന്നോളൂ, കാറ് പൊക്കോട്ടെ, കുതിര നടന്നോട്ടെ, 3 വീലർ പൊക്കോട്ടെ, എല്ലാറ്റിനും ഒരു പാടുണ്ടാവില്ല അവിടെ. ഏതെങ്കിലും പാട് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ ക്ഷേത്രത്തിലേക്ക് കൊടുക്കുന്ന സാധനം നമ്മൾ തിരിഞ്ഞു നോക്കാനും കൂടി പാടില്ല. കൃഷ്ണൻ പറയാണ്, ഒരു ദീപം കൊടുത്തു, ആ ദീപം കൊളുത്തി വെച്ചപ്പോൾ നോക്കുക, ഞാൻ കൊടുത്ത ദീപം അതാ കണ്ടോളൂ എന്ന് പറഞ്ഞാൽ പോയി. നിങ്ങൾ കൊടുത്തോളൂ. ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന പോലെയല്ല ദൈവത്തിന് കൊടുക്കണത്. അതിൽ അഭിമാനത്തിൻ്റെ സ്വല്പം പോലും അംശം അവിടെ ഉണ്ടാവരുത്. അഭിമാനം വളർത്താനല്ല കൊടുക്കുന്നത്. അഭിമാനം, ദുരഭിമാനം മനസ്സിൽ നിന്ന് പോകാനാ. അപ്പൊ വഴിപാട് പോലെ പൊങ്കാല. പൊങ്കാല എന്താ ഈ പൊങ്കാല? ആ പൊങ്ങി പൊങ്ങി അല പോലെ വരുന്നതാണ്. ആ പൊങ്ങുന്ന അല പൊങ്കൽ അല. പൊങ്കലല്ല പൊങ്കാലയായിരിക്കണം. എന്തിനാ ഇത് പറഞ്ഞത്? എറ്റിമോളജി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഓരോ വാക്കുകളും എങ്ങനെ ഉണ്ടായി, എങ്ങനെ ഉണ്ടായി, എങ്ങനെ ഉണ്ടായി. അപ്പൊ നമ്മുടെ ട്രഡീഷനൊക്കെ ആലോചിച്ച് നല്ല ബുദ്ധിയുള്ളവർ ഉണ്ടാക്കി തീർത്തിട്ടുള്ളതാ. ആലോചിച്ച് ഈ പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തില് ദ്രൗപദിയെ അനുഗ്രഹിച്ചതാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള കാര്യം, ഭർത്തൃവിജയത്തിനും നെടുമംഗല്യത്തിനും വേണ്ടി. അപ്പൊ ഞാൻ തന്ത്രിയോട് ചോദിക്കാൻ പറഞ്ഞു, നമ്മുടെ ക്ഷേത്രം കമ്മിറ്റിക്കാർ സെക്രട്ടറി ശ്രീവത്സൻ ഉണ്ടല്ലോ, തന്ത്രിയായിട്ട് ആലോചിക്കൂ, ഈ ദ്രൗപദിയെ അനുഗ്രഹിച്ച ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കണം. എന്നാണ് ഈ ദ്രൗപദിയെ അനുഗ്രഹിച്ചത് നമ്മുടെ ദേവിയെന്ന്? നിങ്ങൾ പ്രശ്നം വെക്കുകയാണെങ്കിൽ പച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇന്ന ദിവസമാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നും എന്ന് പറയണ്ടായി. അപ്പൊ തന്ത്രി പറഞ്ഞു, അത്രേ, പ്രശ്നത്തിനൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ സ്വാമിജിയോട് തന്നെ പറയൂ, നമുക്കൊരു ദിവസം നിശ്ചയിച്ചെടുക്കാം, അത് നമ്മുടെ മനസ്സിൽ തോന്നിക്കോളും. എന്താ നിങ്ങൾ ഇതിനൊക്കെ പറയണത്? നമ്മുടെ ആയുർവേദ ശാസ്ത്രം മുഴുവൻ അങ്ങനെ ഉണ്ടായതല്ലേ. ഓരോ മരുന്നിനും അതിൻ്റെ ഗുണങ്ങൾ, അത് ശീതവീര്യമാണ്, ഉഷ്ണവീര്യമാണ്, ശീതോഷ്ണവീര്യമാണ്. കഴിക്കുമ്പോൾ ഒരു സ്വാദ്, വയറ്റിൽ ചെന്നാൽ വേറെ ഒന്ന്, അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് ജീർണപ്പെടുമ്പോൾ അതിന് വേറെ ഒരു ഗുണം എന്നിങ്ങനെ ശീതവീര്യം, ഉഷ്ണവീര്യം, ശീതോഷ്ണവീര്യം എന്നൊക്കെയുള്ള ശബ്ദങ്ങൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ മഹിമയാണ്. ഈ ഭൂമാനന്ദ സ്വാമി ഓരോ കാര്യത്തിലും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുകയാണ് നമ്മുടെ ഭാരതീയർ ഇത്ര മരമണ്ടന്മാരായല്ലോ എന്ന്. നമ്മുടെ മഹിമ അറിയാൻ നമുക്ക് പറ്റില്ല. എങ്ങനെയാ ഒരു പാണിനി ഇങ്ങനെ ഒരു വ്യാകരണം എഴുതിയത്? അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നതും വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം രചിച്ച് എണ്ണമറ്റ വർഷങ്ങൾക്ക് ശേഷം അതിന് ഒരു വ്യാകരണം ഉണ്ടാക്കി സർവ്വതിനെയും സമർത്ഥിച്ച് പൂട്ടി അങ്ങോട്ട് ഇട്ടു അദ്ദേഹം. ഭാരതത്തിലുള്ള ജന്മങ്ങളുടെ വിശേഷമാണിപ്പാ. തപസ് ചെയ്തിട്ടാണ് അദ്ദേഹം വ്യാകരണം എഴുതിയത്. നിങ്ങൾക്ക് എന്ത് ഉപദ്രവമുണ്ടോ, വിഷമമുണ്ടോ, അഭിലാഷമുണ്ടോ, എല്ലാം തീരാൻ വേണ്ടി തപസ് ചെയ്യൂ. ഏതെങ്കിലും ഒരു ദേവീ സന്നിധിയിൽ, ദേവസന്നിധിയിൽ ചെല്ലൂ, പ്രദക്ഷിണം വയ്ക്കൂ, നമസ്കരിക്കൂ. അവിടെ ചെന്ന് 1/2 മണിക്കൂർ 1 മണിക്കൂർ ചെലവ് ചെയ്യൂ. അതിൽ ഒഴിഞ്ഞു പോകാത്ത ദുരിതങ്ങളില്ല, അതിൽ നിറവേറ്റാത്ത അഭിലാഷങ്ങളില്ല. ഏതെങ്കിലും തരത്തിൽ ഇത് നിറവേറ്റും. അർത്ഥേഷു അഭിജ്ഞസ്വരാട്ട്.
ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്ത് ഉദ്ദേശമുണ്ടോ അത് സഫലമാക്കാൻ പറ്റിയ തരത്തിലുള്ള ബുദ്ധിവിശേഷം നമ്മുടെ പരബ്രഹ്മത്തിനും പരമാത്മാവിനും പരമേശ്വരനും ഉണ്ട്. ആ ആളുടെ ബുദ്ധിയെ അളക്കാൻ നോക്കണ്ട. അപ്പൊ 6 ശാസ്ത്രങ്ങളിൽ ശിക്ഷ, കൽപ്പഹ, വ്യാകരണം, നിരുക്തം, ഛന്ദഃ, ജ്യോതിഷമിതി. ഛന്ദസ് അനവധി മന്ത്രങ്ങൾ കാവ്യരൂപത്തിലും ശ്ലോകരൂപത്തിലും ഒക്കെയാണ്. അപ്പൊ ഓരോന്നും അതിൻ്റെ ഛന്ദസ് പ്രമാണമാക്കി ഓർമ്മ വയ്ക്കാനും തിരുത്തലില്ലാതെ കഴിയാനും വേണ്ടി അങ്ങനെയുള്ള ഒരു സാധനമുണ്ട്. അതാണ് ജ്യോതിഷം എന്ന് പറഞ്ഞാലോ നക്ഷത്രശാസ്ത്രം, ജ്യോതിഷമടക്കം. ജ്യോതിഷം എന്ന് പറയണത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഭൂമി വാസ്തവത്തിൽ എന്താ? ഒരു നക്ഷത്രം പോലെയാ. ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ നോക്കിയാൽ ഇത് പ്രകാശിക്കുന്ന ഒരു ഗോള, ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ നോക്കുന്നത് പോലെ. അപ്പൊ ഈ ഗോളങ്ങളെല്ലാം കൂടി ഇങ്ങനെ സഞ്ചരിച്ചു വരുന്നുണ്ടല്ലോ. അതിൽ നമ്മളൊരു വ്യവസ്ഥയും കാണുന്നുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചാണല്ലോ കുംഭമേള, മഹാകുംഭം, അർദ്ധകുംഭം എന്നൊക്കെ പറയുന്നത്. അതും ഒരു ശാസ്ത്രം. ഇങ്ങനെ 4 വേദവും 6 ശാസ്ത്രവും എല്ലാം തന്നെ അപരവിദ്യയിൽപ്പെട്ടതാണ്. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? അപരവിദ്യ പറയുമ്പോൾ വേദങ്ങൾ എത്ര പവിത്രവും ദിവ്യവുമാണ്, ശാസ്ത്രങ്ങളും അതുപോലെ തന്നെ. 4 വേദവും 6 ശാസ്ത്രവും പഠിച്ചത് കൊണ്ട് ഒരാൾക്ക് ഔത്കൃഷ്ടമുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ഇത് എത്ര പഠിച്ചാലും എത്ര അഭ്യസിച്ചാലും ഉച്ചരിച്ചാലും ശരി, വേണ്ടതുപോലെ ചെയ്താൽ ഒരു തപസ്സുണ്ടാവും എന്ന് സമ്മതിക്കാം. അത് വിട്ടൊന്നും അതിൽ നിന്ന് സംഭവിക്കില്ല. കാരണം അത് അപരവിദ്യയാണ്. അപ്പോൾ ഒരു ചോദ്യം വരണു, പരാവിദ്യ അല്ലെങ്കിൽ പരവിദ്യ എന്ന് പറയണത് എന്താ? അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന വിദ്യകൾ മുഴുവനും ക്ഷരങ്ങളും ക്ഷണികങ്ങളും നശ്വരങ്ങളും വിനാശികളുമായിരിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ച ശാസ്ത്രവും പരിഗണനയുമാണ്. അതുകൊണ്ടാണ് ഇതിന് അപരത്വം. ഇപ്പൊ ജ്യോതിഷം പഠിച്ചു, എന്തുണ്ടാവും? ജ്യോതിഷി മനുഷ്യനായിട്ട് തന്നെ ഇരിക്കും. അദ്ദേഹത്തിനുണ്ട് വിവാഹം, കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കണം. എൻ്റെ ഗുരുദേവൻ എൻ്റെ അടുത്ത് പറയുണ്ടായി, അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ ഒരു ജ്യോതിഷനാണ്. അവിടെ ചെന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സമയത്ത് ഓരോ പെൺകുട്ടികളെ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് കൊടുക്കും അത്രേ. ചർച്ച കഴിഞ്ഞതിന് ശേഷം ജ്യോതിഷത്തിനെ പറ്റി എന്ത് പറയണമെന്ന് പറയുമ്പോൾ ഞാൻ വലിയ ജ്യോതിഷനാ, പലർക്കും ഉപദേശം കൊടുക്കാറുണ്ട്. എൻ്റെ 3 പെൺകുട്ടികളും വിധവയാണെന്ന് പറഞ്ഞു അത്രേ. കഴിഞ്ഞില്ലേ കാര്യം? അതുകൊണ്ട് ജ്യോതിഷം തെറ്റെന്നല്ല ഭൂമാനന്ദ സ്വാമിജി പറയുന്നത്. ഈ ജ്യോതിഷവും എന്താ? അപരാവിദ്യയാണ്, പരാവിദ്യയല്ല. നശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും പരിഗണനകളും നിരൂപണങ്ങളും നിഗമനങ്ങളുമാണത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് അവിനാശിത്വമോ അനശ്വരതയോ വരില്ല. അപ്പൊ പിന്നെ എവിടം കൊണ്ടാ ഉണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, യത്തദ്രേശ്യമഗ്രാഹ്യമഗോത്രമവർണം അചക്ഷുശ്രോത്രം തദപാണിപാദം നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം തദവ്യയം യത് ഭൂതയോനിം പരിപശ്യന്തി ധീരാഃ. ഒറ്റ തുടക്ക. അതിൻ്റെ ആ ഗ്രാഫിക് സെറ്റിംഗ് ഒന്ന് മനസ്സിലാക്കി നോക്കൂ. എത്ര വിശേഷപ്പെട്ട വർണ്ണശബളമായ ഒരു സെറ്റിംഗാണ്. ശൗനകൻ എന്ന് പറയുന്ന ഒരു മഹാശാലൻ, മഹാഗൃഹസ്ഥൻ, തൻ്റെ ജീവിതത്തിലെ കർമ്മകാണ്ഡത്തിലെ അതൊക്കെ അനുസരണം വ്യർത്ഥമാണെന്ന് കണ്ട് കുടീരത്തിൽ വസിക്കുന്ന തപോധനന്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ച് ചോദിച്ചു, എന്തറിഞ്ഞാലാണോ എല്ലാം അറിയപ്പെടുക എന്ന്. അപ്പൊ അറിയിപ്പിക്കുന്ന വിദ്യ 2 തരത്തിലാണ്. ഒന്ന് അപരാവിദ്യ, അതിൽപ്പെട്ടതാണ് 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും. ഇനി പരാവിദ്യ എന്ന് പറയുന്നത് അക്ഷരത്തെ അനുഭവിച്ച് സാക്ഷാത്കരിപ്പിച്ച് തരുന്നതാണ് പരാവിദ്യ. ആ അക്ഷരം എന്ന് പറയുന്നത് എന്താ? യത്തദ്രേശ്യമഗ്രാഹ്യം അഗോത്രമവർണം അചക്ഷുശ്രോത്രം തദപാണിപാദം. ഒക്കെ നിഷേധ. എന്ത് നിശേഷം? യത്, തത്, അങ്ങനെ ഒന്നുണ്ട്. അതേതാ? അദ്രേശ്യം, കാണാൻ പറ്റില്ല കണ്ണുകൊണ്ട്. അഗ്രാഹ്യം, മറ്റിന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല. അഗോത്രം, അതിന് തടിയും വണ്ണമൊക്കെയുള്ള ഒരു ശരീരം, തല, കഴുത്ത്, കയ്യ്, അങ്ങനെയുള്ള ലക്ഷണങ്ങളില്ല. അവർണം, നിറവുമില്ല. അചക്ഷുശ്രോത്രം, കണ്ണില്ല, കാതില്ല. തദപാണിപാദം, അതിന് കയ്യൂല്ല, കാലൂല്ല. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങൾ ഉപാസിക്കുന്ന ദൈവത്തിനെ പറ്റിയാണ് ഈ പറയുന്നത്.
നമ്മുടെ ദൈവങ്ങളൊക്കെ മൂർത്തികളാണ്. എന്നാൽ സാക്ഷാത് ദൈവമോ അമൂർത്തമാണ്. അമൂർത്തമായ ദൈവത്തെയാണ് മൂർത്തിയായി നാം ഉപാസിക്കുന്നത്. അപ്പൊ അതിൽ തന്നെയുള്ള അസാംഗത്യം മനസ്സിലായോ നിങ്ങൾക്ക്? യത്തദ്രേശ്യമഗ്രാഹ്യമഗോത്രമവർണം അചക്ഷുശ്രോത്രം തദപാണിപാദം നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം യത് തദവ്യയം. കേട്ടോ നിങ്ങൾ? ഇതിനു മുമ്പ് ഞാൻ പറയുണ്ടായി, അങ്ങനെ ഒരു വസ്തു അല്ലെങ്കിൽ അധിഷ്ഠാനം, ഉറവിടം, അതിനെ എങ്ങനെ മനസ്സിലാക്കും? അതിൻ്റെ ലക്ഷണങ്ങൾ കൊണ്ട്. ആ ലക്ഷണങ്ങൾ വിശേഷണങ്ങൾ കൊണ്ട്. എന്താ വിശേഷണം? നിത്യം, എന്നെന്നും ഒരുപോലെ നിലനിൽക്കുന്നത്. ലോകവസ്തുക്കളോ ദേഹമടക്കം അങ്ങനെയല്ല. വിഭും, നമ്മുടെ ശരീരത്തിന് എത്ര വ്യാപ്തിയുണ്ട്? പരിമിതം. കാറ്റിനോ വെള്ളത്തിനോ ഒക്കെ പരിമിതമാണ്. ഇതോ വിഭും, സർവ്വദിക്കിലും വ്യാപിച്ചിരിക്കുന്നു, ആകാശത്തെ പോലെ. അങ്ങനെ ഒരെണ്ണത്തിന് മൂർത്തിഭാവം വരുമോ? വരില്ല. സർവഗതം, എല്ലാ ദിക്കിലും ഗമിക്കണു, പോണു, നിലനിൽക്കുന്നു. സുസൂക്ഷ്മം, അതിസൂക്ഷ്മമാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നതൊക്കെ സ്ഥൂല വസ്തുക്കളാണ്. ഇന്ദ്രിയങ്ങളെ വിട്ട് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ആലോചിക്കുമ്പോഴാണ് സൂക്ഷ്മം സൂക്ഷ്മം എന്നുള്ള ഭാവം വരുന്നത്. 5ഉം 3ഉം 8. 12,000 × 4 48,000. എവിടെ അത്? ഈ 12,000ഉം 48,000ഉം ഒന്ന് പറയൂ നിങ്ങൾ. 12,000 നാളികേരം കൊണ്ടുവന്ന് അതേപോലെ 3 തവണയും കൂടി കൊണ്ടുവന്ന് 4 ആക്കി ഒന്നിച്ചു കൂട്ടിച്ചേർത്ത് എണ്ണീട്ടാണോ ഈ 48,000 എന്ന് നിങ്ങൾ പറയുന്നത്? അല്ലല്ലോ. 12,000 സൂക്ഷ്മമായ ഒരു ഭാവനയാണത്. നമ്മുടെ മനസ്സിൻ്റെ മുൻപിൽ നമ്മൾ കണ്ടുപഠിച്ചു. കണക്ക് പഠിക്കുന്ന കാലത്ത് മനസ്സിലായില്ല, മുതിർന്നപ്പോൾ ഗ്രഹിച്ചു. 12നെ 4 കൊണ്ട് പെരുക്കിയാൽ 4 തവണ 12 എടുത്താൽ 48ആയി. ആ 12 12,000 ആയാൽ എന്താ? 48,000 അങ്ങനെ അതിസൂക്ഷ്മമാണ്. അപ്പൊ 12,000 എന്നുള്ളത് ഒരു സങ്കല്പമായി, ഒരു ഭാവനയായി മനസ്സിൽ പൊന്തുന്നതാണ്. മനസ്സ് സൂക്ഷ്മമാണ്, അതിൻ്റെ ഭാവനയും സൂക്ഷ്മമാണ്. അതിനേക്കാൾ സൂക്ഷ്മമാണിത്, സുസൂക്ഷ്മം. ഈ സങ്കല്പവും മനസ്സും എവിടുന്നുണ്ടായോ അതിൻ്റെ ഉറവിടമാണ് നമ്മൾ പറയുന്നത്. നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം തദവ്യയം യത്. അത് അവ്യയമാണ്, അതിന് നാശമില്ല. നമ്മുടെ ശരീരത്തിന് നാശമുണ്ട്, തലച്ചോറിന് ഡിമെൻഷ്യ വരാം. തദവ്യയം യത് ഭൂതയോനിം പരിപശ്യന്തി ധീരാഃ. അങ്ങനെ ഒന്നാണ് ഈ പാഞ്ചഭൗതികമായ പ്രപഞ്ചത്തിൻ്റെ യോനി, ഉത്പത്തി സ്ഥാനം എന്നിങ്ങനെ ധീരാഃ പരിപശ്യന്തി, ധീരന്മാർ നല്ലപോലെ കാണുന്നു കാണുന്നു കാണുന്നു. അവർക്കത് തെളിഞ്ഞു കാണാൻ ഒരു വിഷമവുമില്ല. ശൗനക എന്നോട് ചോദിച്ചതെന്താ? കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിദം വിജ്ഞാതം ഭവതീതി. കസ്മിൻ വിജ്ഞാതേ ഇദം സർവം വിജ്ഞാതം ഭവതി. ഇതല്ലേ ചോദിച്ചത്? ധീരാഃ പരിപശ്യന്തി ഭൂതയോനിം. ഈ പാഞ്ചഭൗതിക പ്രപഞ്ചം ഉണ്ടായത് എവിടുന്നോ അതിനെ മനസ്സിലാക്കിയാൽ അത് തന്നെയല്ലേ ഈ പഞ്ചഭൂതങ്ങളായിരിക്കുന്നത്. ഈ പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ എന്തിൽ നിന്ന് പരിണമിച്ചുണ്ടായോ ആ മൂലപ്പൊരുളിനെ മനസ്സിലാക്കിയാൽ ഈ പഞ്ചഭൂതം മുഴുവനും അതേ മൂലപ്പൊരുളാണെന്ന് മനസ്സിലാവും. അത് മനസ്സിലാക്കുന്നതാണ് പരാവിദ്യ. അവിടെ നാം ഇൻട്രാക്ട് ചെയ്യുന്നത്, സമ്പർക്കം പുലർത്തുന്നത് ആരായിട്ടാ? ഇന്ദ്രിയങ്ങളിലൂടെ, പുറം വസ്തുക്കളുമായിട്ടല്ല. സൂക്ഷ്മമായിരിക്കുന്ന ഭാവനകൾ, ആ മൂലപ്പൊരുളിൻ്റെ ലക്ഷണങ്ങൾ, ആ ലക്ഷണങ്ങൾ ബുദ്ധിക്കാണ് അർത്ഥമാവുക. അപ്പൊ ബുദ്ധി കൊണ്ട് ആലോചിച്ച് നിത്യം വിഭു സർവഗതം സുസൂക്ഷ്മം അവ്യയം, ഈ വാക്കുകൾക്കൊക്കെ അർത്ഥം മനസ്സിലാവണം. തേമാനമില്ലാത്തത്, നാശമില്ലാത്തത്, എങ്ങും വ്യാപിക്കാൻ ശക്തമായിട്ടുള്ളത്, എങ്ങും വ്യാപിച്ചിരിക്കുന്നത്, അതിസൂക്ഷ്മമാണ്. അതിസൂക്ഷ്മമാണ്. മനസ്സ് പോലെ, ചിന്ത പോലെ, ബുദ്ധി പോലെ, ബുദ്ധിവൃത്തി പോലെ, മറവ് പോലെ, ഓർമ്മ പോലെ, അഹങ്കാരം പോലെ, ഉറക്കം പോലെ, അങ്ങനെ സുസൂക്ഷ്മമായിരിക്കുന്ന അതുണ്ടല്ലോ, അതിനെയാണ് അറിവുള്ളവർ, ധീരന്മാർ ഭൂതയോനിയായി പറയുന്നത്. അത് മനസ്സിലാക്കി തരുന്നതാണ് പരാവിദ്യ. അതാണ് അക്ഷരം. ബാക്കിയുള്ളതൊക്കെ ക്ഷരമാണ്.